മലങ്കര കാത്തലിക് ടി വിയിലെ കാറ്റക്കേസിസ് മതബോധനം എന്ന പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലായി മലങ്കര സുറിയാനി കത്തോലിക്ക വേദപാഠാവലിയിലെ 1 മുതൽ 11 ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുടെ ചർച്ചാവിഷയം ആരാണ് ദൈവം എന്നുള്ളതായിരുന്നു. അതിൽ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ ആരാണ് ദൈവം എന്ന് വിശുദ്ധലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമമായും കൃത്യമായും വെളിപാടിൻ്റെ ചരിത്രത്തിലൂടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയായിരുന്നു. 8, 9, 10 ക്ലാസ്സുകൾ ഈ വെളിപ്പെടുത്തിയ ദൈവത്തോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമായിട്ടാണ് നാം മനസ്സിലാക്കിയത്. ചുരുക്കത്തിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുടെ ചർച്ചാവിഷയം ആരാണ് ദൈവം എന്നുള്ളതും ആ ദൈവത്തോടുള്ള മനുഷ്യവംശത്തിൻ്റെ പ്രത്യുത്തരവുമാണ്. എന്നാൽ 11ാം ക്ലാസ് തികച്ചും വ്യത്യസ്തമാണെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ ആരാണ് ദൈവം എന്ന് നാം ചർച്ച ചെയ്തെങ്കിൽ 11ാം ക്ലാസ്സിലെ ചർച്ചാവിഷയം ആരാണ് മനുഷ്യൻ എന്നുള്ളതാണ്. ആരാണ് മനുഷ്യൻ എന്നുള്ള ചോദ്യത്തിന് മനുഷ്യനും മൃഗവുമായിട്ടുള്ള വ്യത്യാസം ചർച്ച ചെയ്തുകൊണ്ടാണ് 11ാം ക്ലാസ് ആരംഭിക്കുന്നത്. മനുഷ്യനെ ആഴത്തിൽ അപഗ്രഥിക്കുമ്പോൾ മൃഗവും മനുഷ്യനും വ്യത്യാസം നാം മനസ്സിലാക്കുമ്പോൾ മനുഷ്യനിലെ മനുഷ്യത്വം മനുഷ്യന് ദൈവം കൊടുത്ത പ്രത്യേകമായ ദാനമാണ്. മനുഷ്യനിലെ മനുഷ്യത്വം മനുഷ്യനിലെ ദൈവത്വമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ മതങ്ങളും ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. ചുരുക്കത്തിൽ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നതിന് കാരണം മനുഷ്യൻ്റെ രൂപീകരണത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. യഹൂദ ക്രിസ്തീയ ദർശനമനുസരിച്ച് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കിയത്. ദൈവത്തിൻ്റെ അംശം, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് ദൈവത്തെ മാറ്റി നിർത്തി ഒരു ഉത്തരം കണ്ടെത്തുക അസാധ്യമാണ്. അതുകൊണ്ട് 11ാം ക്ലാസ്സിലെ ആദ്യ പാഠത്തിൽ തന്നെ പ്രധാനമായി നാം ചർച്ച ചെയ്യുന്നത് ആരാണ് മനുഷ്യൻ, അവൻ എങ്ങനെയുണ്ടായി, അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്, ഈ ലോക ജീവിതത്തിനപ്പുറം എന്തെങ്കിലും അർത്ഥമുണ്ടോ, എന്തിനാണ് ദൈവവും മതവും പള്ളിയും പുരോഹിതരുമൊക്കെ, ഈ ലോക ജീവിതവും വരാനിരിക്കുന്ന ജീവിതവും എങ്ങനെ സന്തോഷകരവും സൗഭാഗ്യവുമാക്കി തീർക്കാം തുടങ്ങിയ വിഷയങ്ങളാണ് 11ാം ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ചുരുക്കത്തിൽ മനുഷ്യനും മനുഷ്യൻ്റെ പ്രശ്നങ്ങളുമാണ് 11ാം ക്ലാസ്സിലെ പ്രധാന ചർച്ചാവിഷയം. ക്രിസ്തീയ ദർശനമനുസരിച്ച് മനുഷ്യനിലെ ദൈവസാന്നിധ്യത്തിന് മനുഷ്യൻ ക്രിസ്തുവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവാണ് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയെന്നും മനുഷ്യൻ്റെ സൃഷ്ടാവും രക്ഷിതാവും എന്ന നിലയിൽ മനുഷ്യൻ യേശു ക്രിസ്തുവിനോട് അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഓരോ മനുഷ്യൻ്റെയും വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത യേശുവിലാണ് അവൻ കണ്ടെത്താൻ ശ്രമിക്കേണ്ടതെന്നും 11ാം ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് 12ാം ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുക. ഈ എപ്പിസോഡിൽ പ്രധാനമായും നമ്മൾ 12ാം ക്ലാസ്സാണ് ചർച്ച ചെയ്യുക. 11ാം ക്ലാസ് ക്രിസ്തു സാദൃശ്യത്തിലേക്ക് എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. ഒരു മനുഷ്യ വ്യക്തി യേശു ക്രിസ്തുവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ആ ക്രിസ്തു സാദൃശ്യത്തിലേക്ക് വളരുക എന്നുള്ളതാണ് അവൻ്റെ വിളിയും ദൗത്യവുമെന്നും നാം പഠിക്കുകയുണ്ടായി. ഈ ക്ലാസ്സിൽ 12ാം ക്ലാസ്സിൽ കൗമാരത്തിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ അവരിലെ ദൈവസാന്നിധ്യത്തെയും ദൈവഛായയെയും മനസ്സിലാക്കി രക്ഷിതാവായ യേശുവിനോട് ചേർന്ന് ജീവിച്ച് ക്രിസ്തു ജീവിതത്തിന് ബോധപൂർവമായ ഒരു ഉത്തരം നൽകി ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് 12ാം ക്ലാസ് ലക്ഷ്യം വയ്ക്കുക. അതിനാൽ ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു യുവത്വം എങ്ങനെ ക്രമീകരിക്കണം എന്ന് 12ാം ക്ലാസ്സിൻ്റെ 1ാം പാഠം പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുന്നു. 12ാം ക്ലാസ് ക്രിസ്തുവിൽ അധിഷ്ഠിതമായ യുവത്വം, അങ്ങനെയാണ് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ക്രമീകരിച്ചിരിക്കുക. അതേ ടൈറ്റിൽ തന്നെയാണ് 1ാം പാഠത്തിനും കൊടുത്തിരിക്കുക. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ യുവത്വം, ക്രിസ്തുവാധിഷ്ഠിത യുവത്വം. യുവജനങ്ങളുടെ ഹൃദയത്തിന് ഏറ്റവും ഇണങ്ങിയ വ്യക്തിത്വമാണ് യേശുവിൻ്റേത്. ജീവിതത്തിൽ പുതുമ തേടി നടക്കുന്ന യുവജനങ്ങൾക്ക് അനുകരിക്കുവാനും അനുരൂപരാകുവാനും ലോകത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവ മനുഷ്യ വ്യക്തിത്വമാണ് യേശുക്രിസ്തുവിൻ്റേത്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ദൈവസാന്നിധ്യം യേശുവിലൂടെ ലോകത്തിന് ലഭ്യമായി.
യേശുവിലൂടെ ലോകത്തിൽ ലഭിച്ച മനുഷ്യ ദർശനവും സ്നേഹത്തിൻ്റെ വെളിപാടും വിശാല സമൂഹത്തിന് സ്വന്തമാണ്. ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യവും അന്വേഷിച്ച് നടക്കുന്ന യുവജനങ്ങൾ സ്വായത്തമാക്കേണ്ട ജീവിതശൈലി യേശുവിൻ്റേതാണ്. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു യുവത്വം എങ്ങനെ ക്രമീകരിക്കാം എന്നാണ് 12ാം ക്ലാസ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. ഒന്നാമതായിട്ട് യുവത്വം, സാധ്യതകളും വെല്ലുവിളികളും. നമുക്കറിയാം, യുവത്വം എന്ന് പറയുന്നത് ധാരാളം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. നിരവധി പ്രതിസന്ധികളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതേസമയം തന്നെ യുവത്വം ധാരാളം സാധ്യതകളും മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലിയിലൂടെ ജീവിതത്തിലെ വെല്ലുവിളികളെ തരണം ചെയ്യുവാനും ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു യുവത്വം രൂപീകരിക്കുവാനും യുവജനങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ പാഠം ലക്ഷ്യം വെക്കുക. രണ്ടാമതായിട്ട്, യേശു വ്യക്തിയും ശക്തിയും. യുവജനങ്ങൾക്കെന്നും ആകർഷവും പ്രചോദനാത്മകവുമായ ഒരു വ്യക്തിത്വമാണ് യേശുവിൻ്റേത്. യേശുവിനെ അറിയുവാനും അവനെ അനുഗമിക്കുവാനും യുവജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരാണ് യേശുവെന്നും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും ശരിയായ വിധത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. യേശുവുമായി ഒരു വ്യക്തിപരമായ കണ്ടുമുട്ടൽ യേശുവിനെ അടുത്തറിയാൻ ആവശ്യമാണ്. യേശുവിനെക്കുറിച്ച് പൊതുവായി നമുക്ക് പറയുവാൻ സാധിക്കും, യേശു അതുല്യനായ ഒരു വ്യക്തിയാണ്. ചരിത്രം കണ്ടതിൽ വെച്ച് ചരിത്രത്തെ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു മനുഷ്യവ്യക്തി ലോകചരിത്രത്തിലില്ല. യേശുവിൻ്റെ ജനനം തന്നെ ലോകചരിത്രത്തെ രണ്ടായി മുറിച്ചു. യേശുവിന് മുൻപും യേശുവിന് പിൻപും. യേശുവിനെ വിവിധ വ്യക്തികൾ അവരവരുടെ കണ്ണുകളിലൂടെയാണ് നോക്കിക്കാണുക. ഒരു തത്വചിന്തകനെ സംബന്ധിച്ചിടത്തോളം യേശു ലോകം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകനാണ്. ഒരു വിപ്ലവകാരിയെ സംബന്ധിച്ചിടത്തോളം യേശു ചരിത്രം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണ്. ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം യേശു ലോകം കണ്ട ഏറ്റവും വലിയ ആത്മീയ വ്യക്തിത്വമാണ്. ആരാണ് യേശു എന്ന ചോദ്യത്തിന് വിശുദ്ധലിഖിതം വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 വാക്യങ്ങൾ. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. രണ്ട് കാര്യങ്ങളാണ് പത്രോസ് അവിടെ സൂചിപ്പിക്കുക. അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ പുത്രനാണെന്നും യഹൂദജനം കാത്തിരുന്ന മിശിഹായാണ് യേശുവെന്നും എന്നുള്ള രണ്ട് പ്രധാനമായ പ്രഖ്യാപനങ്ങളാണ് പത്രോസിലൂടെ നാം കാണുക. യേശു അത് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. യേശു പറഞ്ഞു, ഇത് പിതാവായ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്, മനുഷ്യരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് യേശു അതിനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചുരുക്കത്തിൽ യേശു മനുഷ്യ-ദൈവ ബന്ധത്തിന് ഒരു പുതിയ മാനം നൽകി എന്നുള്ളതാണ് സത്യം. മനുഷ്യ ജീവിതത്തിന് തനിമയാർന്ന അസ്തിത്വബോധവും ജീവിത സാധ്യതകളും കണ്ടെത്താൻ കഴിയുന്നത് യേശുവിലാണ്. ചുരുക്കത്തിൽ യേശു ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും അതുല്യനായ ഒരു വ്യക്തിയാണ്. യുവജനങ്ങൾക്ക് ഒരു റോൾ മോഡലായി സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. രണ്ടാമതായി, യേശുവിൽ നിറവേറിയ രക്ഷ. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, പരസ്യജീവിതം, പീഡാനുഭവം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഈ സംഭവങ്ങളിലൂടെയെല്ലാം യേശു മനുഷ്യവംശത്തെ എന്നേക്കുമായി രക്ഷിക്കുകയായിരുന്നു. എന്തിനാണ് യേശു മനുഷ്യനായി അവതരിച്ചത് എന്ന ചോദ്യത്തിന് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന ഉത്തരമാണ് യോഹന്നാൻ സ്നാപകൻ നൽകുക. ലോകത്തിന് മുഴുവൻ പാപവും തന്നിലേക്ക് സ്വീകരിച്ചുകൊണ്ട് തന്നെ പാപപരിഹാര ബലിക്കുള്ള കുഞ്ഞാടായിട്ട് സമർപ്പിച്ച് ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം ചെയ്ത് മനുഷ്യവംശത്തെ എന്നേക്കുമായി രക്ഷിച്ച ദൈവ മനുഷ്യ വ്യക്തിത്വമാണ് യേശുക്രിസ്തു. ചുരുക്കത്തിൽ യേശുവുമായി ആഴപ്പെട്ട ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുന്ന വ്യക്തിയിൽ യേശു വസിക്കുകയും അങ്ങനെ ഈ ലോക ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും യേശുവുമായി ബന്ധപ്പെട്ട ഒരാത്മീയ സന്തോഷത്തിൽ ആയിരിക്കുന്നതിന് ഒരു വ്യക്തിക്ക് സാധിക്കുകയും ചെയ്യും. യേശുവിൻ്റെ അതുല്യ ശക്തിയും വ്യക്തിത്വവും രക്ഷാകര ശക്തിയും യുവജനങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് അവർക്ക് ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുക. ഈ ലോക ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും സന്തോഷത്തിൽ ജീവിക്കണമെങ്കിൽ, സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു വ്യക്തി യേശുവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ പാഠം പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുക. മൂന്നാമതായിട്ട്, യേശുവും യുവജനങ്ങളും. യേശുവിൻ്റെ നവമാനവ ദർശനം, യേശുവിൽ വെളിപ്പെട്ട സ്നേഹ സുവിശേഷം, യേശുവിൽ പൂർണ്ണമാകുന്ന യുവത്വം തുടങ്ങിയ ചിന്തകളാണ് ഈ പാഠത്തിൽ നമ്മൾ കാണുക. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക്
ഈ ലോക ജീവിതത്തിൽ ജീവിക്കുവാൻ ഉതകുന്ന ഒരു റോൾ മോഡലാണ് യേശു. എല്ലാവിധത്തിലും യേശുവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ വളരുന്നതിന് അവർക്ക് സാധിക്കും. അങ്ങനെ ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു യുവത്വം കെട്ടിപ്പടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ പാഠം പ്രധാനമായിട്ട് ചർച്ച ചെയ്യുക. അങ്ങനെ യുവജനങ്ങൾ യേശുവിനോട് ചേർന്ന് യേശുവിനെ സ്വീകരിച്ച് യേശുവുമായി ആഴത്തിലൊരു വ്യക്തിബന്ധം സ്ഥാപിച്ച് യേശു അനുഭവത്തിൽ വളരുമ്പോൾ ആ യുവത്വത്തിന് കൂടുതൽ അർത്ഥം കിട്ടും, കൂടുതൽ വ്യാപ്തി ലഭിക്കും. അത് സന്തോഷകരവും അനുഗ്രഹപ്രദവുമായി തീരും എന്നുള്ള ബോധ്യമാണ് ഒന്നാം പാഠം നൽകുക. രണ്ടാമത്തെ പാഠം കൗമാരത്തിലെ അസ്വസ്ഥതകളും വെല്ലുവിളികളും. നമുക്കറിയാം, യുവത്വം അല്ലെങ്കിൽ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് ധാരാളം അസ്വസ്ഥതകളുടെ കാലഘട്ടമാണ്. അതുപോലെ തന്നെ വെല്ലുവിളികളുടെയും കാലഘട്ടമാണ്. ധൂർത്തപുത്രൻ്റെ ഉപമ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പാഠം പ്രത്യേകമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുക. കൗമാരത്തിൽ അല്ലെങ്കിൽ യുവത്വത്തിൽ എല്ലാവരും തനതായ അഹംബോധത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്. നീഡ് ഫോർ ഈഗോ ഐഡൻറ്റിറ്റി. ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടേതായ തനതായ ഒരു അഹംബോധമുണ്ട്, ഒരു ഈഗോ ഐഡൻറ്റിറ്റിയുണ്ട്. അത് കണ്ടെത്താനുള്ള ശ്രമമാണ് കൗമാരത്തിൽ യുവത്വത്തിൽ നടക്കുക. യൗവനത്തിൻ്റെ പ്രാരംഭഘട്ടമായ 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായം വളരെ നിർണായകമാണ്. ഒരു വ്യക്തിയുടെ തനതായ അഹംബോധത്തിൻ്റെ ആവശ്യകതകൾ അഭിമുഖീകരിക്കപ്പെടുന്നതും അഹംബോധത്തിലെ പോരാട്ടങ്ങൾക്ക് ഉത്തരം നൽകപ്പെടുന്നതും ഈ സമയത്താണ്. ഈ കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയും ഒരുവൻ്റെ തനതായ അഹംബോധം നേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ആ ഇളയ മകൻ അവൻ്റെ അഹംബോധം ഈഗോ ഐഡൻറ്റിറ്റി നേടുവാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവന് മാതാപിതാക്കളിൽ നിന്നും അകലുന്നതും മാതാപിതാക്കളോട് തൻ്റെ സ്വത്തിൻ്റെ ഭാഗം ചോദിക്കുന്നതും. അങ്ങനെ അവൻ മാതാപിതാക്കളിൽ നിന്ന് വേറിട്ട് നിന്ന് മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഐഡൻറ്റിറ്റി, ഒരു അഹംബോധം എനിക്കുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ അവൻ മാതാപിതാക്കളിൽ നിന്ന് മാറി സ്വയം ജീവിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. തൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായൊരു തനിമ സ്ഥാപിക്കുവാനും തൻ്റെ പിതാവുമായി തനിക്കുള്ള മാനസികമായ ഏകീഭാവത്തിൽ നിന്ന് ഉയർന്ന് തനതായൊരു വ്യക്തിത്വം സ്ഥാപിക്കുവാനും അവൻ ആഗ്രഹിക്കുന്നത് തൻ്റെ പിതാവിനെ നിഴലിൽ ആശ്രയിച്ച് നിൽക്കുന്ന സംരക്ഷണ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായൊരു ഐഡൻറ്റിറ്റി തങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കുവാനായി ഓരോ യുവാവും യുവതിയും പരിശ്രമിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ അവൻ തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഐഡൻറ്റിറ്റി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി അവൻ തൻ്റെ സ്വത്തിൻ്റെ ഭാഗം വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോയി ജീവിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കുകയാണ്, തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് മാറി നിന്ന് സ്വയമായി ഒരു ഐഡൻറ്റിറ്റി കണ്ടെത്താൻ ശ്രമിച്ച ഈ ധൂർത്തപുത്രൻ അതിൽ പരാജയപ്പെടുകയാണ്. അവിടെ അവന് എല്ലാം നഷ്ടമായി. അവസാനം അവൻ തിരിച്ചു വരികയാണ്. തിരിച്ച് പിതാവിൻ്റെ അടുക്കൽ വന്നിട്ട് അവൻ പശ്ചാത്തപിച്ച് പിതാവിനോടൊപ്പം ആ ഭവനത്തിൻ്റെ അംഗമായി തീരുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അകന്ന് നിന്ന് ഒരു പൂർണ്ണമായ തനിമ കണ്ടെത്തുക അസാധ്യമാണ്. തൻ്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അതിനോട് അനുരൂപമായ ഒരു അഹംബോധം, ഐഡൻറ്റിറ്റിയാണ് രൂപീകരിക്കേണ്ടതെന്ന് അവൻ തിരിച്ചറിയുകയാണ്. അഹംബോധത്തിൻ്റെ ആവശ്യകത, നീഡ് ഫോർ ഈഗോ ഐഡൻറ്റിറ്റി. സംതൃപ്തിക്കായി അഹംബോധം പ്രധാനമായും 3 കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ആഗ്രഹിക്കുന്നത് ചെയ്യുക, ആഗ്രഹിക്കുന്നത് ലഭിക്കുക, മറ്റുള്ളവരിൽ നിന്ന് നല്ലത് കേൾക്കുക. ഈ 3 കാര്യങ്ങൾ ഒന്നിക്കുന്നതാണ് അഹംബോധം. അതായത് ചെയ്യുക, ലഭിക്കുക, നല്ലത് കേൾക്കുക. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യണം, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ലഭിക്കണം, അവരെക്കുറിച്ച് നല്ലത് കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അതവർക്ക് കേൾക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ യുവത്വത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആഗ്രഹിക്കുന്നത് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ, ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ, ആഗ്രഹിക്കുന്നത് കേൾക്കാതെ വരുമ്പോൾ യുവജനങ്ങളിൽ അസ്വസ്ഥത രൂപപ്പെടുകയും അവരിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്യും. ഈ 3 ചിന്തകളാണ് ധൂർത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം പിതാവിൽ നിന്നും
മാറി നിൽക്കുവാനും പിതാവിൻ്റെ സ്വത്ത് വാങ്ങിച്ച് തനിയെ ജീവിക്കുവാനും അവൻ ആഗ്രഹിക്കുക. അവൻ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യണം, അവൻ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കണം, മറ്റുള്ളവർ നല്ലത് കേൾക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ധൂർത്തപുത്രൻ ചെയ്യുന്നത്. ഈ ഉപമയിലെ ധൂർത്തപുത്രൻ അനുഭവിച്ച സ്വത്വബോധ പ്രതിസന്ധിക്ക് കാരണം അവന് തൻ്റെ തനിമ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നതാണ്. അതിന് പ്രധാനമായ കാരണം അവൻ്റെ തെറ്റായ തീരുമാനങ്ങളും ജീവിതത്തിലെ പ്രത്യയശാസ്ത്രങ്ങളുമാണ്. അവൻ അനുഭവിക്കാൻ ആഗ്രഹിച്ചതെല്ലാം അവന് അനുഭവിച്ചു, ലഭിക്കാൻ ആഗ്രഹിച്ചതെല്ലാം അവന് ലഭിച്ചു. പിന്നെ അവൻ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം എല്ലാ സന്തോഷങ്ങളിലും പങ്കുചേർന്ന് ഉണ്ടായിരുന്നതെല്ലാം ചിലവഴിച്ചു. അവൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനൊരിടവും സ്വന്തമായി തോന്നിയില്ല. അവന് ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു. അവൻ അകമേ ശൂന്യനും ഏകനുമായി തീർന്നു. അവന് തന്നോട് തന്നെ മടുപ്പ് തോന്നി. അവൻ ശാരീരികവും വൈകാരികവും ആധ്യാത്മികമായ വിശപ്പ് അനുഭവിക്കുന്നവനായി തീർന്നു. തൻ്റെ തനിമ പിതാവിൽ കണ്ടെത്തുവാൻ അവൻ്റെ സ്വത്വബോധ പ്രതിസന്ധി, ഐഡൻറ്റിറ്റി ക്രൈസിസ് അവനെ പ്രേരിപ്പിച്ചു. അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകും. ഇളയപുത്രൻ്റെ പിതാവിലേക്കുള്ള മടങ്ങിവരവും പിന്നീടുള്ള ഊഷ്മളമായ വരവേൽപ്പും അതിൻ്റെ ആഘോഷങ്ങളുമെല്ലാം സൂചിപ്പിക്കുന്നത് ആ മകൻ നേടിയെടുത്ത പുതിയ സ്വത്വബോധമാണ്. അവൻ തൻ്റെ സ്വത്വബോധ പ്രതിസന്ധി പരിഹരിച്ചത്, പുതിയ വ്യക്തിത്വം വീണ്ടെടുത്തത് അവൻ്റെ പിതാവിനോടും കുടുംബത്തോടുമുള്ള ബന്ധത്തിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിലൂടെ സ്വർഗീയ പിതാവുമായി ആഴമായൊരു വ്യക്തിബന്ധം യുവാക്കൾക്ക് ആവശ്യമാണെന്ന് ഈ സ്വത്വബോധ അന്വേഷണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യൗവന കാലഘട്ടം വേദനാജനകമായ പോരാട്ടത്തിൻ്റെ കാലമെന്ന് ചിന്തിച്ചു പോകാൻ ധൂർത്തപുത്രൻ്റെ ഉപമ ഇടയാക്കിയേക്കാം. തികച്ചും സന്തോഷകരമായ ഒരു ജീവിതമായും പുതിയ സാധ്യതകൾ തുറക്കപ്പെടുന്ന അവസരമായും ഈ സമയത്തെ മാറ്റാൻ കഴിയും. ആത്മീയമായി പറഞ്ഞാൽ ഒരു യുവാവ് തന്നിൽ ആന്തരികമായി സ്ഥിതി ചെയ്യുന്ന ദൈവവുമായി ബന്ധം സ്ഥാപിക്കുന്ന അവസരമാണ് യുവത്വം. തൻ്റെ പിതാവിൻ്റെ പക്കലേക്കുള്ള ധൂർത്തനായ പുത്രൻ്റെ തിരിച്ചുവരവ് നമ്മുടെ എല്ലാം ഉള്ളിൽ ആന്തരികമായി സ്ഥിതി ചെയ്യുന്ന ആധ്യാത്മികമായ അർത്ഥത്തെയും ആവശ്യകതയെയും സൂചിപ്പിക്കുന്നു. അവൻ്റെ പിതാവിലേക്കുള്ള ഗമനം എല്ലാ മനുഷ്യരുടെയും വ്യക്തിപരമായ ദൈവാനുഭവത്തിലേക്കുള്ള ആത്മീയയാത്രയെ സൂചിപ്പിക്കുന്നു. സുവിശേഷ കഥയിലെ ധൂർത്തപുത്രനിൽ തൻ്റെ തനതായ അഹംബോധം അന്വേഷിച്ച് നടക്കുന്ന ഒരു യുവാവിനെയാണ് കാണാൻ സാധിക്കുന്നത്. തനിക്കിഷ്ടമുള്ളത് ചെയ്തും അനുഭവിക്കാൻ ആഗ്രഹിച്ചത് അനുഭവിച്ചും തൻ്റെ കൂട്ടുകാരുമൊത്ത് രസിച്ച് നടന്നുമാണ് അവൻ തൻ്റെ യഥാർത്ഥ തനിമ അന്വേഷിച്ചത്. പക്ഷേ അവൻ തിരിച്ചറിയുന്നൊരു കാര്യം, അവൻ്റെ യഥാർത്ഥ തനിമ കണ്ടെത്തേണ്ടത് അവൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിലാണ് എന്ന അവബോധമാണ്. പിതാവായ ദൈവത്തിൽ മാത്രമാണ് നമ്മുടെ യഥാർത്ഥ തനിമ നിലകൊള്ളുന്നത്. മറ്റു സ്വത്വബോധങ്ങളെല്ലാം തെറ്റായ സ്വത്വബോധങ്ങളാണ് എന്ന് ഈ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തുടർന്ന് യുവാക്കന്മാരിലെ 4 അവബോധ തലങ്ങളെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ലക്ഷ്യബോധം നഷ്ടപ്പെട്ട തലമുറ, ഡിസോറിയൻറ്റഡ് യൂത്ത്. യുവാക്കൾക്ക് പലപ്പോഴും അവിടെ ലക്ഷ്യം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടെത്താറുണ്ട്. അങ്ങനെ അവിടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും അതിലൂടെ രൂപപ്പെടുന്നത് നാം മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമതായി, അനുകരിക്കപ്പെടുന്ന തനിമ, ഇമിറ്റേറ്റഡ് ഐഡൻറ്റിറ്റി. തങ്ങളുടെ തനിമ തേടിയുള്ള അന്വേഷണത്തിൽ അവർക്ക് എങ്ങും എത്താൻ സാധിക്കാതെ വരുമ്പോൾ അവർക്കിഷ്ടപ്പെട്ട ചില വ്യക്തികളെയൊക്കെ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത് കാണാം. സിനിമാ നടന്മാർ, കായിക താരങ്ങൾ, അതുപോലെയുള്ള വലിയ വ്യക്തിത്വങ്ങളെ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട്, പ്രതിരോധത്തിലൂടെ തന്മയിലേക്ക്, ഐഡൻറ്റിറ്റി ത്രൂ ഒപ്പോസിഷൻ. അവർ വ്യവസ്ഥാപിതമായ എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുകയും തർക്കിക്കുകയും അങ്ങനെ അവർ പ്രതിരോധത്തിലൂടെ അവരുടെ തനിമ കണ്ടെത്തുകയും ചെയ്യുന്ന യാഥാർത്ഥ്യം നാം യുവത്വത്തിൽ കാണാറുണ്ട്. നാലാമതായി, ആരോഗ്യപരമായ തനിമ, ഹെൽത്തി ഐഡൻറ്റിറ്റി. എതിർപ്പിലൂടെയും പ്രതിരോധത്തിലൂടെയും തങ്ങളുടെ തനിമ കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ചിലർ പിന്നീട് തങ്ങളുടെ യഥാർത്ഥ തനിമ കണ്ടെത്തുന്നു. അവരെയാണ് ആരോഗ്യപരമായ തനിമ കണ്ടെത്തിയവർ എന്ന് നാം മനസ്സിലാക്കുന്നത്. കൗമാര കാലഘട്ടത്തിലെ അടിസ്ഥാനപരമായ മാറ്റങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, മനഃശാസ്ത്രപരമായ മാറ്റങ്ങൾ, സൈക്കോളജിക്കൽ ചേഞ്ച്. രണ്ടാമതായി, ശാരീരിക പരിവർത്തനങ്ങൾ, ഫിസിക്കൽ ചേഞ്ച്. മൂന്നാമതായി, ലൈംഗിക പരിവർത്തനങ്ങൾ, സെക്ഷുവൽ ചേഞ്ച്. നാലാമതായി, ആത്മീയ പരിവർത്തനം, സ്പിരിച്വൽ ചേഞ്ച്. ഈ വിഷയങ്ങളെല്ലാം
ഈ രണ്ടാം പാഠത്തിൽ ചർച്ച ചെയ്യുകയാണ് കൗമാരത്തിലെ അസ്വസ്ഥതകളും വെല്ലുവിളികളും. കൗമാരം, യുവത്വം എന്ന ആ യാഥാർത്ഥ്യത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രത്യേകമായിട്ട് മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയാണ് ഈ രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം ലൈംഗികത ഒരു ദൈവദാനം. നമുക്കറിയാം, ശൈശവ അവസ്ഥയിൽ നിന്നും കൗമാരത്തിലേക്കും യുവത്വത്തിലേക്കും കടന്നു വരുമ്പോൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാകുന്ന ശാരീരിക വ്യതിയാനങ്ങൾ, അവരിലെ ശാരീരികവും മാനസികവും ബൗദ്ധികവും സാമൂഹികവുമായ വ്യതിയാനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൈംഗിക വ്യതിയാനങ്ങൾ കൂടുതൽ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് കൗമാരവും യുവത്വവും. ശരിയായ ലൈംഗിക വിദ്യാഭ്യാസമില്ലെങ്കിൽ തെറ്റിലേക്ക് അധപ്പതിക്കുവാൻ വളരെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത്. ലൈംഗികത എന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണെന്നും ദൈവം മനുഷ്യന് കൊടുത്ത ഒരു പ്രത്യേകമായ കഴിവാണ് എന്നും അതിനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും അതിനോട് പ്രത്യുത്തരം നൽകുകയും ചെയ്യേണ്ടത് ഓരോ യുവാവിൻ്റെയും യുവതിയുടെയും കടമയാണെന്നും ഈ പാഠം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. എന്താണ് ലൈംഗികത? ദൈവം മനുഷ്യന് കൊടുത്തൊരു ദാനമാണ് ലൈംഗികത. മനുഷ്യനിലുള്ള ഒരു പ്രത്യേക കഴിവാണ് ലൈംഗികത. എതിർലിംഗത്തിൽപ്പെട്ട ഒരാളോട് സൗഹൃദം സ്ഥാപിക്കുവാനും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുവാനും അങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുവാനും മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന കഴിവാണ്, ശക്തിയാണ് ലൈംഗികത. അത് പ്രത്യേകമായിട്ട് വിവാഹവുമായി ബന്ധപ്പെട്ടും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുമാണ് ലൈംഗികതയുടെ അർത്ഥവും ലക്ഷ്യവും നാം മനസ്സിലാക്കുക. 6 തരത്തിൽ ലൈംഗികതയുടെ വിവരിച്ചിട്ടുണ്ട്. ലൈംഗികതയുടെ ശാരീരിക മാനം, ലൈംഗികതയുടെ ബൗദ്ധിക തലം, ലൈംഗികതയുടെ മാനസിക വൈകാരിക തലം, ലൈംഗികതയുടെ സാമൂഹിക തലം, ലൈംഗികതയുടെ ധാർമ്മിക തലം, ലൈംഗികതയുടെ ആധ്യാത്മിക തലം. ഇങ്ങനെ 6 രീതിയിൽ ലൈംഗികതയെ ഈ പാഠത്തിൽ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് കൗമാര കാലഘട്ടവും ലൈംഗിക പ്രശ്നങ്ങളും. കൗമാര ജീവിതത്തിലുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഈ സെഷനിൽ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. കൗമാരക്കാരിൽ മാനസിക വൈകാരിക വ്യതിയാനങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു. അവ പ്രധാനമായും ശാരീരിക സങ്കല്പം, പൂരകലിംഗത്തിൽപ്പെട്ടവരോടുള്ള പ്രത്യേക ആകർഷണം, ലൈംഗിക കാര്യങ്ങളിലുള്ള അമിതമായ ജിജ്ഞാസ, രക്ഷിതാക്കളോടുള്ള അകൽച്ച, സ്വവർഗ അനുരാഗം തുടങ്ങിയ അപകടകരമായ പ്രവൃത്തികൾ ഏർപ്പെടുക എന്നിവയാണ് ഈ ലൈംഗിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൂന്നാമതായിട്ട് സമഗ്രമായ ലൈംഗിക വളർച്ച. കൗമാര കാലഘട്ടത്തിൽ എങ്ങനെ ലൈംഗികത ഉൾക്കൊണ്ട് വളരണമെന്നാണ് ഈ സെഷനിൽ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുക. സമഗ്ര ലൈംഗിക വളർച്ചയ്ക്ക് ശുദ്ധത എന്ന പുണ്യം ആവശ്യമാണ്. ശുദ്ധത ലൈംഗികത ഇല്ലാത്ത അവസ്ഥയല്ല, അതൊരു ജീവിതശൈലിയാണ്, ക്രമമാണ്. ശുദ്ധത ഒരു വ്യക്തിയിൽ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ ഐക്യം ലൈംഗികതയിൽ സൃഷ്ടിക്കുന്നു. സ്നേഹം, വിശ്വസ്തത, ഹൃദയശുദ്ധി തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ശുദ്ധിയിൽ വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ലൈംഗികത ദൈവദാനമാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ സമഗ്ര ലൈംഗികതയിൽ വളരുവാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ക്രിയാത്മകമായ ഒരു മനോഭാവമാണ് ലൈംഗികതയെക്കുറിച്ച് വേണ്ടത്. അത് പരിശുദ്ധവും പാവനവും വിശുദ്ധവുമാണ്. വിശ്വാസത്തിലും മൂല്യബോധത്തിലും വളരുന്ന കൗമാരക്കാർക്ക് ലൈംഗികത ദൈവദാനമായി അനുഭവപ്പെടും. കൗമാര ഘട്ടത്തിലും പക്വമായി ലൈംഗികത ഉൾക്കൊണ്ട് യുവാക്കൾക്ക് വളരുവാനായിട്ട് സാധിക്കും. അതിന് സഹായിക്കുന്ന ഉപയുക്തമായ ഒരു പാഠമാണ് മൂന്നാമത്തെ പാഠം, ലൈംഗികത ഒരു ദൈവദാനം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊത്തിരി സംശയങ്ങളും ആകുലതകളും അസ്വസ്ഥതകളുമൊക്കെ രൂപപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. അധ്യാപകർ ഈ പാഠം വായിച്ചൊരുങ്ങി കുട്ടികൾക്ക് വേണ്ടത്ര നേതൃത്വം നൽകാനും ലീഡർഷിപ്പ് നൽകാനും പ്രത്യേകമായിട്ട് ഈ പാഠത്തിലൂടെ അവരെ ഒരുക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കേണ്ടതാണ്. നാലാമതായി വിവാഹം ഒരു ദൈവവിളി. 18 വയസ്സുള്ളൊരു കുട്ടി വിവാഹപ്രായത്തിലേക്ക് കടന്നു വരുന്ന കാലഘട്ടമാണ്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സ് പൂർത്തിയാകുന്ന പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാം. ആൺകുട്ടികൾക്ക് 21 വയസ്സുമാണ്. അതുകൊണ്ട് വിവാഹം എന്നത് ഒരു ദൈവത്തിൻ്റെ വിളിയാണ് എന്നുള്ള അടിസ്ഥാനപരമായ ബോധ്യം കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ് ഈ പാഠത്തിൻ്റെ ലക്ഷ്യം.
വിവാഹം ഒരു ദൈവവിളി. വിവാഹത്തെ ചരിത്രപരമായിട്ട് മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ്. വിവാഹം പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് ആദിയിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിൻ്റെ വാര്യയിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ചു. പുരുഷൻ സ്ത്രീ ആദ്യമായി വിളിക്കുന്ന പേര് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും എന്നാണ്. ഈ പ്രഖ്യാപനത്തിലൂടെ പുരുഷൻ സ്ത്രീയെ സമാനതയിൽ കാണുന്നു എന്നതിലുപരിയായി തനിക്ക് രൂപവും ഭാവവും നൽകുന്നത് സ്ത്രീയാണെന്ന് സൂചിപ്പിക്കുന്നു. സ്ത്രീ പുരുഷനിൽ നിന്നും വ്യത്യസ്ത തലങ്ങളിൽ മാറ്റപ്പെട്ടവളല്ല, പ്രത്യുത അർത്ഥവും പൂർണ്ണതയും നൽകുന്നവളാണ്. പരസ്പര പൂരകങ്ങളായ സ്ത്രീ പുരുഷന്മാർ രണ്ടല്ല, ഒറ്റ ശരീരമായി തീരുന്നു. രണ്ടിനെ ഒന്നാക്കുന്നതും ഒന്നിനെ പൂർണ്ണമാക്കുന്നതും സ്നേഹത്തിൻ്റെ വിശുദ്ധമായ യോജിപ്പാണ് സ്ത്രീ പുരുഷ ബന്ധം. വിശുദ്ധ ലിഖിതത്തിൽ പഴയ നിയമത്തിൽ വിവാഹത്തെക്കുറിച്ച് എന്തു പറഞ്ഞിരിക്കുന്നു? ആദ്യ മനുഷ്യനായ ആദം അവന് വാരിയിൽ നിന്നും ഹവ്വായെ സൃഷ്ടിക്കുന്നതും, ആദ്യ കുടുംബത്തിന് ദൈവം രൂപം കൊടുക്കുന്നതും, ആദ്യ ദമ്പതികൾക്ക് ദൈവം രൂപം കൊടുക്കുന്നതുമെല്ലാം അവിടെ പ്രത്യേകമായിട്ട് വിവരിച്ചിട്ടുണ്ട്. രണ്ടാമതായി പുതിയ നിയമത്തിലെ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. പുതിയ നിയമത്തിലെ വിവാഹത്തെക്കുറിച്ചുള്ള ദർശനം പഴയ നിയമവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിവാഹം എന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. വിവാഹത്തെ പുതിയ നിയമത്തിൽ ഒരു കൂദാശയായി ഉയർത്തിയിരിക്കുന്നു. വിവാഹത്തെക്കുറിച്ച് യേശു പ്രകാരം പറയുന്നു, സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അവർ ഒരു ശരീരമായി തീരും. പിന്നീട് അവർ ഒരിക്കലും രണ്ടല്ല, ഒരു ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മത്തായി 19:4-6. മോശയുടെ നിയമത്തേക്കാൾ ദൈവിക നിയമത്തിൽ ശ്രദ്ധ പതിക്കാനും വിവാഹം ദൈവ സൃഷ്ടിയാണെന്നും യേശു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് യേശു പഠിപ്പിച്ചത്. പുതിയ നിയമത്തിൻ്റെ വിവാഹത്തെ പറ്റിയുള്ള മർമ്മപ്രധാനമായ പഠിപ്പിക്കൽ വിശുദ്ധ പൗലോസ് നൽകുന്നുണ്ട്. എഫേസ്യർ 5:22-23. ദാമ്പത്യ ബന്ധം മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ സഭയും തമ്മിലുള്ള ബന്ധമായിട്ടാണ് വിശുദ്ധ പൗലോസ് വ്യാഖ്യാനിക്കുക. മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ സഭയും എപ്രകാരം പരസ്പരം സംയോജിതമായിരിക്കുന്നുവോ അതുപോലെ വേർപെടുത്താനാവാത്തൊരു ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ, മണവാളനും മണവാട്ടിയും തമ്മിലെന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നു. വിവാഹത്തെ ഒരു കൂദാശയായിട്ടാണ് സഭ കാണുക. കൂദാശ എന്ന് പറയുമ്പോൾ ദൃശ്യമായ അടയാളങ്ങളിലൂടെ അദൃശ്യമായ കൃപ മനുഷ്യരിലേക്ക് ഒഴുകുന്ന നിമിഷമാണത്. സ്ത്രീ പുരുഷന്മാരെ ബന്ധിപ്പിക്കുന്നത്, വരനെയും വധുവിനെയും ഒന്നിപ്പിക്കുന്നത് അദൃശ്യമായ യേശു സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് കൂദാശയായിട്ട് സഭ മനസ്സിലാക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പഠിപ്പിക്കലുകൾ കൃത്യമായിട്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. വിവാഹം വിശുദ്ധിയിലേക്കുള്ള വഴി, മലങ്കര ആരാധനക്രമത്തിൽ വിവാഹ കർമ്മം, അതിനെക്കുറിച്ചും ഈ പാഠത്തിൽ വിവരിച്ചിട്ടുണ്ട്. വിവാഹത്തെക്കുറിച്ചുള്ള കാനൂനികമായ നിയമങ്ങൾ, വിവാഹത്തിന് വേണ്ട ഒരുക്കം എന്തൊക്കെയാണ്, വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം ഈ പാഠത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ബോധ്യം നൽകാനുള്ള ഒരു പാഠമായിട്ട് നാം ഈ പാഠത്തെ മനസ്സിലാക്കേണ്ടതാണ്. അഞ്ചാമത്തെ പാഠം ജീവൻ ദൈവത്തിൻ്റെ വരദാനം. നമുക്കറിയാം, വിവാഹ ജീവിതം തീർച്ചയായിട്ടും ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അത് മക്കളിലേക്ക് ലക്ഷ്യം വെക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. വിവാഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അത് കുടുംബമായിട്ട് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു വിവാഹ ജീവിതത്തിലൂടെ ഭാര്യാഭർത്താക്കന്മാർ ഒരു കുടുംബത്തിൻ്റെ തുടർച്ച ലക്ഷ്യം വെക്കുകയാണ്, മനുഷ്യവംശത്തിൻ്റെ തുടർച്ച ലക്ഷ്യം വെക്കുകയാണ്. അപ്പോൾ വിവാഹ ജീവിതം ജീവനുമായി ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ വിവാഹ ജീവിതത്തിലൂടെ ഒരു ജീവൻ ഒരു വ്യക്തിയിൽ രൂപപ്പെടുമ്പോൾ അതിനെ എത്രമാത്രം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം, അതിൻ്റെ വില എന്താണ് എന്ന് പ്രത്യേകമായിട്ട് അഞ്ചാമത്തെ പാഠത്തിൽ നാം പഠിക്കുകയാണ്. ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ആ ജീവൻ തരുന്നതും എടുക്കുന്നതും ദൈവമാണ് എന്നാണ് ഈ പാഠത്തിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുക. ഈ പശ്ചാത്തലത്തിൽ മനുഷ്യജീവൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും എന്താണെന്നും കത്തോലിക്കാ സഭയുടെ വീക്ഷണത്തിൽ മനുഷ്യജീവനെ ആദരിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ജീവനെതിരെയുള്ള പ്രബലമായ വെല്ലുവിളികളും ആക്രമങ്ങളും എന്തെല്ലാമാണെന്നും ഈ പാഠത്തിൽ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. മനുഷ്യൻ ജീവൻ്റെ സൂക്ഷിപ്പുകാരനാണ്. രണ്ടാമതായിട്ട് ജീവൻ പാവനമാണ്. മൂന്നാമതായിട്ട് ജീവൻ ആദരിക്കപ്പെടേണ്ടതാണ്. ജീവൻ
അടിസ്ഥാനപരമായ നന്മയാണ്, നിത്യജീവൻ പരമമായ നന്മയാണ്. അഞ്ചാമതായിട്ട് ജീവനെതിരെയുള്ള വെല്ലുവിളികൾ. പ്രധാനമായും ജീവനെതിരെയുള്ള വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായതാണ് ഭ്രൂണഹത്യ. ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു ശിശു ഉരുവാകുന്ന ആദ്യ നിമിഷം തന്നെ ആ ശിശുവിനെ മനുഷ്യവ്യക്തിയായിട്ടാണ് സഭ കാണുക. അതുകൊണ്ട് ആ നിമിഷം മുതൽ ഒരു മനുഷ്യവ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിയുടെ എല്ലാ അവകാശങ്ങളും അംഗീകരിക്കുവാൻ നാം കടപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ഏതൊരു ശിശുവിനും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ മറ്റാർക്കും നശിപ്പിക്കാൻ അനുവാദമില്ല, അവകാശമില്ല എന്നുള്ളതാണ് സഭയുടെ അടിസ്ഥാനപരമായ ബോധ്യം. ഗർഭാവസ്ഥയിലായിരിക്കുന്ന തികച്ചും നിഷ്കളങ്കനായ മനുഷ്യജീവിയെ അതിൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രാരംഭ നിമിഷം മുതൽ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് രാസപദാർത്ഥങ്ങളുടെയോ ഉപകരണങ്ങളുടെയോ സഹായത്താൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ മനഃപൂർവ്വം നശിപ്പിക്കുകയും ഗർഭാശയത്തിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്നതിനെയാണ് ഗർഭഛിദ്രം, ഭ്രൂണഹത്യ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സംരക്ഷണവും പരിഗണനയും ലഭിക്കേണ്ട സാഹചര്യത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടവരാൽ തന്നെ ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്നത് അതിനീചമാണ്. ജീവനെതിരെയുള്ള ഏറ്റവും ഹീനമായ പ്രവൃത്തി ഭ്രൂണഹത്യയാണെന്ന് പറയാം. മനഃപൂർവ്വം ഗർഭഛിദ്രം ചെയ്യുന്നവരും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരും ചെയ്യാൻ സഹായിക്കുന്നവരും ഗൗരവമായ തിന്മയാണ് ചെയ്യുന്നത്. മനഃപൂർവ്വം നടത്തുന്ന ഗർഭഛിദ്രം ധാർമ്മിക തിന്മയാണെന്ന് സഭ ആദ്യ നൂറ്റാണ്ടിൽ മുതലേ ഉറപ്പിച്ച് പഠിപ്പിച്ചു. രണ്ടാമതായി മനുഷ്യജീവന് വെല്ലുവിളി ഉയർത്തുന്ന യാഥാർത്ഥ്യമാണ് കൊലപാതകം. നേരിട്ടുള്ളതും മനഃപൂർവ്വമായ കൊലപാതകത്തെ അഞ്ചാം പ്രമാണം ഹീനവും ഗൗരവവുമായ പാപമായി കണ്ട് വിലക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ സ്വാഭാവികമായി മരണം സംഭവിക്കുന്നതിന് മുൻപ് മനഃപൂർവ്വം വധിക്കപ്പെടുന്നതാണ് നരഹത്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് കാരുണ്യവധം അഥവാ ദയാവധം. എൗത്തനേസ്യ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ പദം രൂപപ്പെട്ടുള്ളത്. മേഴ്സി കില്ലിംഗ്. കാരുണ്യവധം, ദയാവധം എന്നതിന് അന്തസ്സുള്ള മരണം, സമാധാനപരവും മാന്യവുമായ മരണം എന്നൊക്കെ പറയാറുണ്ട്. ഈ വാക്കിനെ ആസ്പദമാക്കിയാണ് ദുസ്സഹമായ വേദന അനുഭവിക്കുന്നവരെയും മാറാരോഗികളെയും നിത്യരോഗികളെയും ശാരീരികമോ മാനസികവുമായ വൈകല്യത്തിൻ്റെ പരിണിതഫലമായി ദീർഘകാലത്തെ സഹനത്തിൻ്റെ നീർച്ചുഴിയിൽ അകപ്പെട്ടിട്ടുള്ളവരെയും അവരുടെ തന്നെയോ അതല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെയോ അനുവാദത്തോടെയോ അല്ലാതെയോ മനഃപൂർവ്വം മരിക്കാൻ ഇടയാക്കുന്നതിനെ ദയാവധം അഥവാ കാരുണ്യവധം എന്ന് പറയുന്നു. ഒരു വിധത്തിലും മനുഷ്യജീവനെ ഇല്ലാതാക്കാൻ മനുഷ്യന് അവകാശമില്ല എന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കാരുണ്യവധത്തെ, ദയാവധത്തെ സഭ പൂർണ്ണമായും തള്ളിക്കളയും. നാലാമതായി ആത്മഹത്യ, സ്വയം ഹത്യ. ദൈവമാണ് ജീവൻ്റെ ഉടയവൻ എന്നും മനുഷ്യരായ നാം ജീവൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമാണെന്നും നമുക്ക് അറിയാം. നിരാശ, മാനസിക അസ്വസ്ഥത, തീരാദുഃഖം, സാമ്പത്തിക പ്രതിസന്ധികൾ, അഭിമാന പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള കാരണങ്ങളാൽ ജീവിതം ദുസ്സഹമായിരിക്കുന്നുവെന്ന ചിന്തയാൽ കരുതിക്കൂട്ടി സ്വന്തം ജീവന് വിരാമം കുറിക്കുന്നതിനെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. സ്വന്തമായ തീരുമാനത്താൽ സ്വയം ജീവിതം നശിപ്പിക്കുന്നതാണ് ആത്മഹത്യ. ഇത് സ്വയം സ്നേഹത്തിനും ദൈവസ്നേഹത്തിനും എതിരായ പ്രവൃത്തിയാണ്. തനിക്ക് ജീവൻ നൽകിയ ദൈവത്തോട് ഓരോരുത്തരും അതിന് ഉത്തരവാദിയാണ്. അവിടുന്നാണ് ജീവൻ്റെ പരമാധികാരി. അവിടുത്തെ മഹത്വത്തിനും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ജീവനെ നന്ദിയോടെ സ്വീകരിച്ച് സംരക്ഷിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവൻ്റെ സൂക്ഷിപ്പുകാരാണ് നാം, ഉടമസ്ഥരല്ല എന്ന് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അഞ്ചാമതായിട്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ ഒരു വ്യക്തി തൻ്റെ ആരോഗ്യം ക്രമമായി നശിപ്പിക്കുകയാണ്. അതായത് ക്രമേണയുള്ള സാവകാശമുള്ള ആത്മഹത്യയാണ് ലഹരിയുടെ ഉപയോഗത്തിലൂടെ നടക്കുക. ഒരു വ്യക്തിയുടെ ജീവനെ, ജീവിതത്തെ ലഹരിയിലൂടെ ഇല്ലാതാക്കുകയാണ്. ലഹരി മൂലം ഒരു വ്യക്തി സ്വയം നശിക്കുന്നു, തൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു, അങ്ങനെ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നു. അതിലൂടെ കുടുംബത്തിൻ്റെ തകർച്ച, വ്യക്തിയുടെ തകർച്ച, ഇതെല്ലാം ക്രമേണയുള്ള സാവധാനമുള്ള ആത്മഹത്യയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വന്തം ജീവനെ സ്വയമായി നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ലഹരിയുടെ ഉപയോഗത്തിലൂടെ സംഭവിക്കുക. ആറാമതായിട്ട് ജീവനെ ഹനിക്കുന്ന സമീപനങ്ങൾ. കരയിലും കടലിലും ആകാശത്തും അമിത വേഗത്തിൽ വാഹനങ്ങൾ ഓടിച്ച്
സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടമുണ്ടാക്കുന്നത് തീർച്ചയായിട്ടും തിന്മയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്, ജീവനെ ഹനിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ വളരെ അപകട സാധ്യതയുള്ള സ്പോർട്സിലേർപ്പെടുക, അപകടഹേതുവായ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതും ഒരുപക്ഷേ മനുഷ്യജീവനെ ഹനിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നയിക്കപ്പെടാവുന്നതാണ്. ചുരുക്കത്തിൽ 5-ാം പാഠത്തിലൂടെ ലക്ഷ്യം വെക്കുക മനുഷ്യജീവൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിനോട് നാം പുലർത്തേണ്ട ബഹുമാനത്തെക്കുറിച്ചും ആദരവിനെക്കുറിച്ചും വ്യക്തമായ ബോധ്യം കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ്. ജീവൻ ദൈവം നൽകിയ ദാനമാണെന്നും അത് തിരിച്ചെടുക്കുവാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂവെന്നും ഒരു വിധത്തിലും അത് നശിപ്പിക്കപ്പെടേണ്ടതല്ല എന്നുമുള്ള വലിയ ബോധ്യം കുട്ടികളുടെ മനസ്സിലേക്ക് നൽകണം. 6-ാമത്തെ പാഠം യുവത്വം ദൈവത്തിനായി സമർപ്പിച്ചവർ. നമുക്കറിയാം, ഏകദേശം 18 വയസ്സ് ഒക്കെ ആകുമ്പോൾ ഒരു വ്യക്തി തീരുമാനമെടുക്കാൻ സാധിക്കുന്ന പ്രായമാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി ഏത് ജീവിതാന്തസ്സിലേക്കാണ് നയിക്കപ്പെടേണ്ടത്? വിവാഹ ജീവിതത്തിലേക്കാണോ, ഒരു സമർപ്പിത ജീവിതത്തിലേക്കാണോ, ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്കാണോ നയിക്കപ്പെടേണ്ടത് എന്നൊക്കെയുള്ള തീരുമാനമെടുക്കേണ്ട കാലഘട്ടമാണ്. യുവത്വം ദൈവത്തിനായി സമർപ്പിച്ചവർ. പൗരോഹിത്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇവിടെ പഠിപ്പിക്കുകയാണ്. പൗരോഹിത്യം പഴയ നിയമത്തിൽ, പൗരോഹിത്യം പുതിയ നിയമത്തിൽ, പുതിയ നിയമത്തിലെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത, യേശുവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നിയമ പൗരോഹിത്യ ചിന്താധാരകൾ, അതുപോലെ തന്നെ സന്യാസ ജീവിതം, സമർപ്പിത ജീവിതം, സമർപ്പണ ജീവിതത്തിലെ 3 വ്രതങ്ങൾ, അനുസരണവ്രതം, ബ്രഹ്മചര്യവ്രതം, ദാരിദ്ര്യവ്രതം, ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിച്ച യുവാക്കളായ വിശുദ്ധരായ വ്യക്തികൾ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, ഇഗ്നേഷ്യസ് ലയോള, വിശുദ്ധ അൽഫോൻസാമ, ദേവദാസന്മാർ ഇവാനിയോസ് എന്നീ വ്യക്തികളെയുമൊക്കെ ഈ പാഠത്തിൽ പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. യുവത്വം ദൈവത്തിനായിട്ട് പ്രത്യേകമായിട്ട് സമർപ്പിച്ച വ്യക്തികൾ. അങ്ങനെ പൗരോഹിത്യത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും സമർപ്പിത ജീവിതത്തെക്കുറിച്ചും വ്യക്തമായ ബോധ്യം കുട്ടികൾക്ക് നൽകുന്ന പാഠമാണ് 6-ാമത്തെ പാഠം. 7-ാമത്തെ പാഠം പച്ചയായ പുൽത്തകിടിയിലേക്ക്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ബോധ്യം കുട്ടികൾക്ക് നൽകുന്ന പാഠമാണിത്. നാം ജീവിക്കുന്ന ഈ ഭൂമി, ഈ പ്രകൃതി അത് ദൈവത്തിൻ്റെ ദാനമാണെന്നും അത് നശിപ്പിക്കപ്പെടേണ്ടതല്ലെന്നും അടുത്ത തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കാൻ നാം അതിനെ വിശുദ്ധീകരിച്ച് അവർക്ക് കൈമാറ്റം ചെയ്യേണ്ടതാണെന്നുള്ള ബോധ്യം ഓരോ കുട്ടികൾക്കും നൽകണം. അതുകൊണ്ട് പ്രകൃതിയെ നശിപ്പിക്കുന്ന, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന, പ്രകൃതിയെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും തെറ്റാണ് എന്നുള്ള ബോധ്യം യുവാക്കളുടെ മനസ്സിൽ പ്രത്യേകമായിട്ട് ഈ പാഠത്തിലൂടെ നൽകേണ്ടതാണ്. പരിസ്ഥിതി വിഷയങ്ങളോടുള്ള സഭയുടെ പ്രതികരണം, ബൈബിളിൻ്റെ പ്രകൃതി വീക്ഷണം, മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിനിധിയും കാര്യസ്ഥനും, യേശുവും പരിസ്ഥിതിയും, പുതിയ ആകാശവും പുതിയ ഭൂമിയും, പ്രകൃതി വസ്തുക്കളുടെ ഉപയോഗം, പ്രകൃതിക്കെതിരെയുള്ള പാപങ്ങളുടെ പരിണിത ഫലങ്ങൾ, വ്യാവസായിക വികസനവും ഉപഭോഗ സംസ്കാരവും. പ്രകൃതിയെ നശിപ്പിക്കുന്നത് പാപമാണ്. പരിസ്ഥിതിയോടുള്ള നമ്മുടെ സമീപനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, ജീവിതശൈലി തുടങ്ങിയ തലക്കെട്ടുകളിലൂടെ ഈ പാഠം വ്യക്തമായ ചില ബോധ്യം നൽകുകയാണ്. ഈ പ്രകൃതിയെ നാം സ്നേഹിക്കുകയും അതിനെ സംരക്ഷിക്കുകയും അടുത്ത തലമുറയ്ക്ക് ജീവിക്കാനായിട്ട് നാം അത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതും ഉണ്ട് എന്നുള്ള ബോധ്യം കുട്ടികളുടെ മനസ്സിൽ, യുവജനങ്ങളുടെ മനസ്സിൽ നൽകേണ്ടതാണ്. 8-ാമത്തെ പാഠം മലങ്കര സഭ, ചരിത്രവും നിയോഗവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച, പല പാഠങ്ങളിലായിട്ട് പഠിച്ച സഭാചരിത്രം ഒറ്റ പാഠത്തിൽ സമഗ്രമായിട്ട് കൊടുത്തിരിക്കുകയാണ്. മലങ്കര സഭയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ പഠനമാണ് ഭാരതത്തിലെ മലങ്കര സഭ. മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ മലങ്കര സഭ 16-ാം നൂറ്റാണ്ട് വരെ പാശ്ചാത്യ മിഷണറിമാരും മലങ്കര സഭയും, ഉദയംപേരൂർ സൂനകദോസ് 1599 നടന്ന ഉദയംപേരൂർ സൂനകദോസ്, 1653 നടന്ന കൂനംകുരിശ് സത്യം, പഴയകൂർ പുത്തൻകൂർ വിഭജനം, പുത്തൻകൂർ സഭാ ചരിത്രം, മലങ്കര സഭയും CMS മിഷണറിമാരും, മുളന്തുരുത്തി സൂനകദോസും മർത്തോമാ സഭയുടെ ഉദ്ഭവവും, മലങ്കരയിലെ കാതോലിക്കേറ്റ് സ്ഥാപനം, മലങ്കര യാക്കോബായ സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയുമായുള്ള പുനരൈക്യ ശ്രമങ്ങൾ, ദേവദാസൻ മാർ യോവാനിയോസ് പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള പുനരൈക്യ ശ്രമം,
മലങ്കര സുറിയാനി കത്തോലിക്ക ഹൈരാർക്കി സ്ഥാപനം, പഴയകൂർ അഥവാ സീറോ മലബാർ സഭ, ലത്തീൻ സഭ അഥവാ റോമൻ കത്തോലിക്ക സഭ. ഒറ്റപ്പാഠത്തിൽ ഭാരത സഭാചരിത്രം മുഴുവൻ സമഗ്രമായി മനസ്സിലാക്കുന്നതിന് ഈ പാഠത്തിലൂടെ പരിശ്രമിക്കുകയാണ്. നമ്മൾ നേരത്തെ ഈ പാഠം പല ക്ലാസ്സുകളായിട്ട് പഠിച്ചത് ഒറ്റപ്പാഠത്തിൽ സമഗ്രമായിട്ട് മനസ്സിലാക്കുന്നതിന് ഉള്ള ശ്രമമാണ്. 8ാമത്തെ പാഠത്തിൽ മലങ്കര സഭ ചരിത്രവും നിയോഗവും. 9ാമത്തെ പാഠം ദേവദാസൻ മാർ യുവാനിയോസും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയും. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരു വ്യക്തിയും ദേവദാസൻ മാർ യുവാനിയോസ് പിതാവിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ്. 1882 സെപ്റ്റംബർ 21 ദേവദാസൻ മാർ യുവാനിയോസ് പിതാവ് മാവേലിക്കരയിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഷമ്മാശനായിരിക്കുമ്പോൾ തന്നെ മദ്രാസ് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA ബിരുദം കരസ്ഥമാക്കിയ PT ഗീവർഗീസ് 1908 വൈദിക പട്ടം സ്വീകരിച്ചതോടെ MA അച്ഛൻ എന്ന പേരിൽ അറിയപ്പെട്ടു. 1913 മുതൽ 1919 വരെ അദ്ദേഹം കൽക്കട്ടയിലുള്ള സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോലി ചെയ്തു. 1919 ബഥനീയ സന്യാസി സമൂഹം അദ്ദേഹം രൂപീകരിച്ചു. 1925 ബഥനീയ സന്യാസിനി സമൂഹം അദ്ദേഹം രൂപീകരിച്ചു. 1930 സെപ്റ്റംബർ 20 അദ്ദേഹം കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെട്ടു. ഈ വിഷയങ്ങളെല്ലാം കൂടെ സമഗ്രമായിട്ട് ഈ പാഠത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എഡിൻബറോ കോൺഫറൻസ് ഒരു പുതിയ തുടക്കം, സെറാംപൂർ മിഷണറി കോൺഫറൻസ്, മാർ യുവാനിയോസ് പിതാവും സെറാംപൂർ ജീവിതവും, മാർ യുവാനിയോസ് പിതാവിൻ്റെ സഭൈക്യ ദർശനം, ബഥനിയും പുനരൈക്യവും, എക്യൂമെനിസവും ആധ്യാത്മികതയും, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ, മലങ്കര കത്തോലിക്ക സഭ വളർച്ചയുടെ പാതയിൽ, മലങ്കര കത്തോലിക്ക സഭ സൂനകദോസ് പദവിയിലേക്ക് തുടങ്ങി മലങ്കര കത്തോലിക്ക സഭയെക്കുറിച്ചും ദേവദാസൻ മാർ യുവാനിയോസ് പിതാവിനെക്കുറിച്ചുമുള്ള വ്യക്തമായ ബോധ്യങ്ങളാണ് ഈ പാഠത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുക. അവസാനത്തെ പാഠം 10ാമത്തെ പാഠം സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ വിഷയങ്ങളും 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ വിഷയങ്ങൾ, 11ലെയും 12ലെയും വിഷയങ്ങൾ എല്ലാം അവസാനത്തേക്ക് വിരൽ ചൂണ്ടുന്നത് ഞാൻ അറിഞ്ഞ യേശു, എനിക്ക് അനുഭവമായ യേശു, യേശുവിനെ ഞാൻ പ്രഘോഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ ഉള്ളിൽ വസിച്ച് യേശുവുമായി ആഴപ്പെട്ടൊരു വ്യക്തിബന്ധത്തിൽ ഞാൻ വളർന്ന് ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി, ഒരു യഥാർത്ഥ മലങ്കര സുറിയാനി കത്തോലിക്കനായി വളരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്രിസ്തീയ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുക ഞാൻ അറിഞ്ഞ്, ഞാൻ അനുഭവിച്ച്, ഞാൻ ജീവിക്കുന്ന യേശുവിനെ പ്രഘോഷിക്കുക, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. 1 കൊറിന്തോസ് 9:16 വിശുദ്ധ പൗലോസിൻ്റെ ഒരു ചിന്തയാണത്. അത് ഓരോ ക്രിസ്ത്യാനിയും തൻ്റെ ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യമാണ് ഈ പാഠത്തിലൂടെ നൽകുക. പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള വലിയ ആഹ്വാനമാണ് ഈ അവസാനത്തെ പാഠം നൽകുക. മിഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള പരിഭാഷ പ്രേക്ഷിത പ്രവർത്തനമെന്നാണ്. പ്രേക്ഷിത ശുശ്രൂഷ. മിഷൻ രൂപവത്കരണവും നവസുവിശേഷവത്കരണവും. എന്താണ് മിഷൻ? ആരാണ് മിഷനറി? സുവിശേഷവത്കരണം, നവസുവിശേഷവൽക്കരണം. നവസുവിശേഷവൽക്കരണവും മാർ യുവാനിയോസ് പിതാവും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രേക്ഷിത ദർശനം, അനുഭവത്തിൽ നിന്നും സാക്ഷ്യത്തിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അനിവാര്യത. ചുരുക്കത്തിൽ അവസാനത്തെ പാഠത്തിലൂടെ ലക്ഷ്യം വെക്കുക, ഓരോ യുവാവും യുവതിയും താൻ അറിഞ്ഞ, അനുഭവിച്ച, ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഓരോ വ്യക്തിയും കടപ്പെട്ടിരിക്കുന്നു. അവരവരുടെ ജീവിത സാഹചര്യത്തിൽ അവർ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, ഒരു സാക്ഷ്യത്തിന് ജീവിതം നയിക്കുവാൻ അവർ കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ജന്മം കൊണ്ട് തന്നെ ഒരു മിഷണറിയാണ്, പ്രേക്ഷിതനാണ്, പ്രേക്ഷിതയാണ് എന്നുള്ള ബോധ്യം യുവജനങ്ങളുടെ ഉള്ളിൽ നൽകുക എന്നുള്ളതാണ് ഈ പാഠം കൊണ്ട് ലക്ഷ്യം വെക്കുക. അതാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പ്രേക്ഷിത പ്രവർത്തനത്തോടുള്ള നമ്മുടെ വലിയ ആഭിമുഖ്യം, അതിനുള്ള ആഗ്രഹം ഓരോ യുവതിയുടെയും യുവാവിൻ്റെയും മനസ്സിൽ രൂഢമൂലമാക്കുക എന്നുള്ളതാണ് ഈ പാഠത്തിലൂടെ ലക്ഷ്യം വെക്കുക. 1 മുതൽ 12 പുസ്തകങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്.
കഴിഞ്ഞ 12 എപ്പിസോഡുകളിലായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ 12 ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ നമ്മൾ ഹ്രസ്വമായി അവതരിപ്പിക്കുകയായിരുന്നു. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ ചിന്താധാരകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്, 1 മുതൽ 12 വരെയുള്ള പുസ്തകവും അതിലെ ഓരോ വിഷയവും ഒരു നൂലിൽ കോർത്തിണക്കിയ പുഷ്പങ്ങൾ പോലെ, ഒരു മാല പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാം പുസ്തകം മുതൽ അവസാനത്തെ പുസ്തകം വരെ ഒരു തുടർച്ചയും ഒരു ഒഴുക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 മുതൽ 12 വരെയുള്ള ഈ പുസ്തകങ്ങളിലൂടെ അടിസ്ഥാനപരമായി ലക്ഷ്യം വെക്കുക മലങ്കര സഭയിലെ ഒരു കുട്ടിയെ മലങ്കര സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ യേശുക്രിസ്തുവുമായും പരിശുദ്ധ തൃത്വവുമായും ആഴപ്പെട്ട ഒരു വ്യക്തിബന്ധത്തിലേക്ക് ഒരു കുട്ടി ആനയിക്കുകയും അങ്ങനെ ഈ ലോകത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും യേശുക്രിസ്തുവുമായി ചേർന്നുള്ള സന്തോഷകരമായൊരു ജീവിതം നയിക്കുന്നതിന് ഒരു വ്യക്തിയെ രൂപീകരിക്കുക, ഒരുക്കുക എന്നുള്ളതാണ് ഈ 12 പുസ്തകങ്ങളിലൂടെ സഭ ലക്ഷ്യം വെക്കുക. 1 മുതൽ 12 ക്ലാസ് വരെയുള്ള ഈ പുസ്തകങ്ങൾ 12 വർഷം കൊണ്ട് ഒരു കുട്ടി പഠിക്കുന്ന വഴിയായിട്ട് ക്രമമായി യേശുവിൽ വളരുന്നതിന്, പരിശുദ്ധ തൃത്വത്തിൽ വളരുന്നതിന്, സഭയുമായിട്ടുള്ള കൂട്ടായ്മയിൽ വളരുന്നതിന് ഒരു വ്യക്തിയെ ഒരുക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ഈ 12 പുസ്തകങ്ങൾ അധ്യാപകരെല്ലാവരും വായിക്കേണ്ടതാണ്. എല്ലാ അധ്യാപകരുടെ കയ്യിലും 1 മുതൽ 12 വരെയുള്ള പുസ്തകങ്ങൾ ഉള്ളത് വളരെ നല്ലതാണ്. അങ്ങനെ സമഗ്രമായ ഒരു അറിവിൽ നിന്നുകൊണ്ട് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മതബോധനം നടത്താനായിട്ട് സാധിക്കുക. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ വിഷയങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതിന് മുൻപ് പഠിപ്പിച്ച കാര്യങ്ങൾ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികളുമായി സംവദിക്കുന്നതിന് സാധിക്കും. അതിന് നിങ്ങളെല്ലാവരും 1 മുതൽ 12 വരെയുള്ള പുസ്തകങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിക്കണം, അത് വായിച്ചൊരുങ്ങണം. അങ്ങനെ സമഗ്രമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് അവർക്ക് ഏറെ അനുഗ്രഹമായി തീരും. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനും അത് കൂടുതൽ അഭിഷേകം നൽകും, അനുഗ്രഹം നൽകും. ആദ്യത്തെ 10 എപ്പിസോഡുകൾ പൂർത്തിയായപ്പോൾ നാം ഒരു എക്സാം നടത്തിയിരുന്നു. എന്നാൽ രണ്ടാമത്തെ എക്സാം 25 എപ്പിസോഡുകൾ പൂർത്തിയാകുമ്പോഴാണ് എന്ന കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. അടുത്ത 5 എപ്പിസോഡുകളൂടെ കഴിയുമ്പോൾ രണ്ടാമത്തെ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.